ആസ്റ്റ ഫുൾ ഓപ്ഷൻ വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ്, 2018 മോഡലുണ്ട്. കിലോമീറ്റർ എത്രയായി? 59,000 ഓടിയിട്ടുള്ളൂ. 59,000 ലോ കിലോമീറ്റർ തന്നെയാണ്. സർവീസ് ഉണ്ടല്ലോ അല്ലേ? 2022 വണ്ടിയാണ്. 2022 സിംഗിൾ ഓൺഷിപ്പ്. 21 22 പെട്ടെന്ന് മനസ്സിലായില്ല. ഓക്കെ, 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ലോ കിലോമീറ്റർ ആണ്. അതിന്റെ ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? അത് നമുക്ക് കമ്പനി ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ള വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. സീറോ ക്ലെയിം വണ്ടി, പ്യുവർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടും. 20 മോഡൽ അൾട്രോസ്. എത്ര കൊടുക്കാത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇത് ഒരു അടിപൊളി അവസരം വരാൻ പോവാണ്. ഒരു യൂസ്ഡ് കാർ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ നല്ലൊരു മേള വരുന്നുണ്ട്, ഒരു മെഗാ മേള, യൂസ്ഡ് കാർ മേള കണ്ണൂർ വെച്ചിട്ടാണ്. നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം കാർ ആൻഡ് ബൈക്കിലാണ്. നമ്മൾ കുറച്ചായി ഇപ്പോൾ വീഡിയോ ചെയ്യാത്ത ഇവിടുന്ന്. അപ്പോൾ കാർ ആൻഡ് ബൈക്ക് കണ്ണൂർ തോട്ടടുള്ള ഷോറൂമിൽ വെച്ചിട്ടാണ് മേള നടക്കുന്നത്. 100-ലധികം യൂസ്ഡ് കാറുകൾ ഇവിടെ ഉണ്ടാവും. കാർ ആൻഡ് ബൈക്കിനെ പറ്റി അറിയാലോ, 2 വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വാഹനങ്ങളായിരിക്കും. RC ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് ഒറ്റ മേളയിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത്രയും വണ്ടികളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട വാഹനം കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് അതുലിനെ സ്വാഗതം ചെയ്യാം. അതിലെ സ്വാഗതം. ഹാജി ചേട്ടാ, എങ്ങനെയാ അതിലെ മേളേൻ്റെ കാര്യങ്ങളൊക്കെ? മേളേൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100+ വണ്ടി ഉണ്ടാവും. അതേപോലെ ഇൻസ്പെക്ടഡ് വണ്ടികളായിരിക്കും, എല്ലാം സർട്ടിഫൈഡ് വണ്ടികളായിരിക്കും. എല്ലാം സർട്ടിഫൈഡ്. മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ഫണ്ടിങ്ങും. അത് നമ്മൾ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതായത് സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാക്സിമം ഫണ്ടിങ് കിട്ടും. ഫണ്ടിങ് മാക്സിമം കിട്ടണം എന്നല്ല പറയുന്നത്, എന്നാലും പറയാണ്. സ്പോട്ട് അപ്രൂവൽ എടുക്കാം. സ്പോട്ട് അപ്രൂവൽ കിട്ടും അല്ലേ? അതിന്റെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. ഈ ആട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പന്തലൊക്കെ ഇടാൻ പോവാണല്ലേ? മൊത്തം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ കാർ ആൻഡ് ബൈക്ക് ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ തോട്ടടയാണ് ലൊക്കേഷൻ. മേള നടക്കാൻ പോകുന്നത് 22 ശനി ഞായർ തിങ്കൾ 3 ദിവസമാണ് മേള നടക്കുന്നത്. 22, 23, 24 ഈ മാസം നവംബറിൽ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വന്നോളൂ. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ 21 രാത്രിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നാളെ മുതൽ ഇവിടെ തുടങ്ങും. പെട്ടെന്ന് വന്നോ. ഇന്നത്തെ വാഹനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും, കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അത്യാവശ്യം പൊട്ടിച്ച റേറ്റ് തന്നെ കൊടുക്കാൻ പറ്റും. നല്ല റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ട് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇങ്ങോട്ടേക്ക് കോൺടാക്റ്റിനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. അപ്പോൾ മേള മറന്നുകൊണ്ട, നാളെ പെട്ടെന്ന് എല്ലാവരും വന്നോളൂ അല്ലേ? ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ടാറ്റയുടെ ടിയാഗോ ആണ്. KL7 എറണാകുളം വണ്ടി. എന്താ പറയുക, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനം അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ അതിലെ? ഇത് 2023 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, 23 മോഡലാണ്. 23 മോഡൽ. വാറണ്ടി ടാറ്റന്റെ കഴിഞ്ഞിട്ടുണ്ടാവും. ടാറ്റന്റെ 2 വർഷം വാറണ്ടി അത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 2 വർഷം, മഹീന്ദ്രയുടെ 2 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഉണ്ട്, ലഭിക്കുന്നുണ്ട്. ഓക്കെ, RC അല്ലേ? RC എല്ലാം ഇല്ല. നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ വണ്ടികൾക്കും RC ഉണ്ടാവും. ഓക്കെ, വാറണ്ടി ഇല്ലാത്ത വണ്ടികൾക്കും RC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റോഡ് സൈഡ് അസിസ്റ്റ് ആണ്. വണ്ടി എവിടെ കിടന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ പെട്രോൾ കയറുന്ന വഴി കിടന്നാലോ നിങ്ങൾക്ക് ഹെൽപ്പിന് ആളെത്തും. അതെ. ഓക്കെ, അപ്പോൾ എത്ര കിലോമീറ്റർ ആയി? വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 ഫുൾ ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ ടോപ്പിന്റെ വാഹനമാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റ് വണ്ടിയാണ്, അടിപൊളി നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ നടക്കുന്ന നോർമൽ ഓട്ടം പോയ ഫുൾ ഓപ്ഷൻ ടാറ്റ ടിയാഗോ ആണ്. മാനുവൽ. എത്ര കൊടുക്കാം നമുക്കിത്? 5,40,000 കൊടുക്കാം. 5,40,000 രൂപയാണ്. ഓക്കെ, ലോണ് മാക്സിമം കാര്യമില്ലേ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2023 ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ്. 5,40,000 നിങ്ങൾക്ക് കിട്ടുന്നത്. മാനുവൽ ആണ്. മൈലേജ് ഉണ്ടാവും ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം സെലേറിയോ KL13 കണ്ണൂർ വണ്ടി തന്നെയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡല് സിംഗിൾ ഓൺഷിപ്പ് VXi ആണ് വരുന്നത്. ഒരു 29,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 29,000 2016 VXi സിംഗിൾ ഓണർഷിപ്പ്. ലോ കിലോമീറ്റർ ആണ്. അതിന്റെ ജെനുവിനിറ്റി പറയാൻ പറ്റുമോ? അത് നമുക്ക് കമ്പനി ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ള വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. സീറോ ക്ലെയിം വണ്ടി. അതെ. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല. നേരത്തെ കണ്ട ടിയാഗോയിലൊന്നും ഒരു ക്ലെയിമും ഇല്ല. അതേപോലെ തന്നെ ഏകദേശം മൈലേജും കിട്ടും. 14-17 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല മൈലേജ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്കിത് 3,35 കൊടുക്കാം. 2016 VXi ലോ കിലോമീറ്റർ സെലേറിയോ ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി. 3,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുൾ ലോണും കയറുമോ? ഫുൾ ലോൺ കയറില്ല. നമുക്കൊരു 50 രൂപ 60 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 50,000-60,000 ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വാറണ്ടി 1 year 2017 മോഡൽ എടുക്കുന്ന 2 വർഷം വരുന്നത്. ഇത് 2016 വണ്ടിയാണ്. 1 year വാറണ്ടി എഞ്ചിനീയർ കൊടുക്കാം. വീണ്ടും സെലേറിയോ ആണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെലേറി ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, വീണ്ടും ഒരു സെലേറി ഉണ്ട് അല്ലേ? അടുത്ത സെലേറി ക്രോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ KL13 വണ്ടി തന്നെ, കണ്ണൂർ വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത്
KL 13 സോറി 2014 വണ്ടി 2014 വണ്ടി. ഓക്കെ. 2014 സെലറിയോ ആണിത്. സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞ് 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 55,000 സർവീസ് ഉണ്ട് ഇതും. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സെക്കൻഡ് ഓൺഷിപ്പ് മാത്രം മാറി. ഓക്കെ, സെക്കൻഡ് ഓണർ ആയിട്ട് 2014 VXi അല്ല? VXi. ഓക്കെ, വേറെ ഒരു വർക്കും ഇല്ല? ഇല്ല, വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഇതിൽ. ഓക്കെ ഓക്കെ, റീപ്ലേസ്മെന്റ് നീറ്റാ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളും വലിയ കുഴപ്പമില്ല കേട്ടോ. 90% ടയർ ഉണ്ട്. 3 വണ്ടീൻ്റെ ആയാലും ടയർ ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 325 കൊടുക്കാം. 2014 VXi അല്ലേ? 3,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് വാഹനമാണ്. 2014 VXi ഓട്ടോമാറ്റിക് 3,20,25 സോറി 25 കൊണ്ടുപോകും. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ കിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു 40-50 ഒക്കെ ഉണ്ട് ചെയ്യാം, ഡൗൺ പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. താല്പര്യം വിളിച്ചോ. അടുത്ത വണ്ടിയിൽ അടുത്തത് സെലേറിയോ തന്നെ. സെലേറിയോന്റെ ഒരു ക്രോസ് സെഗ്മെന്റ് ആണ് സെലേറിയോ എക്സ് അല്ലേ? KL 26 രജിസ്ട്രേഷൻ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സൈഡിൽ ക്ലാഡിങ് കാര്യങ്ങൾ, ബമ്പറിലുള്ള മാറ്റം, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്. 18 സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. റൂഫ് റെയിലും വരുന്നുണ്ട് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഏതാ ഓപ്ഷൻ? ഏതാ? VXi? ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ബാക്കി ഓട്ടോ കാര്യങ്ങളൊക്കെ 63,000 കിലോമീറ്റർ ഓടിയ. 63,000 18 അല്ലേ? ക്ലെയിമോ കാര്യങ്ങളോ? സീറോ ക്ലെയിം വണ്ടിയാണ്. സീറോ ക്ലെയിം. നിങ്ങളുടെ 2 ഇയർ വാറണ്ടി, 2 വർഷം വാറണ്ടി ചെയ്യാൻ പറ്റുന്ന 2 ഇയർ വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. 2018 വാറണ്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് പണി വന്നു കഴിഞ്ഞാലും വണ്ടിക്ക്, അതായത് നിങ്ങൾ അങ്ങോട്ടുകൊണ്ട് ആക്സിഡന്റ് ആക്കാത്ത എന്ത് പണി വന്നു കഴിഞ്ഞാലും, തേയ്മാനം വരുന്ന പാർട്സ്, തേയ്മാനം ഒഴികെയുള്ള പാർട്സുകൾക്ക് എന്ത് പണി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാണ്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതാണ് വാറണ്ടിയുടെ ഗുണം. ഓക്കെ, അപ്പോൾ 2 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. 2018 ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 4,15 കൊടുക്കാം. 4,15,000 രൂപയ്ക്ക് ZXi ആണ്, VXi അല്ല. ZXi സെലേറിയോ എക്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3.25 ലോൺ കയറുമായിരിക്കും. 3.25 ലോൺ. നമ്മൾ വീണ്ടും ടാറ്റയിലേക്ക് മടങ്ങിയെത്തി. ടാറ്റ അൾട്രോസ് ആണ് ടിയാഗോനേക്കാൾ ഒരു മുകളിൽ നിൽക്കുന്നതായിട്ട് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2020 മോഡലാണ്. 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. സർവീസ് ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ഓക്കെ, വേറെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിമാണ്. നിങ്ങളുടെ വാറണ്ടിയിൽ കൊടുത്തൂടെ? 2 വർഷം വാറണ്ടി ചെയ്യാൻ പറ്റും. 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടും. 20 മോഡൽ അൾട്രോസ്. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 4,45 കൊടുക്കാം. 4,45,000 രൂപയ്ക്ക് ഒരു ടാറ്റ അൾട്രോസ് കൊണ്ടുപോകും. 2020 മോഡൽ. ഓക്കെ, ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ലോൺ ഒരു 3.25-4 വരെ കിട്ടും. 4 വരെ എന്തായാലും കിട്ടും. 90% ലോൺ കിട്ടും എന്തായാലും. ഓക്കെ, അൾട്രോസിന്റെ മൈലേജ് എന്ന് വെച്ചാൽ കുറച്ച് കുറവായിരിക്കും. ഒരു 11, 14, 15 വരെയൊക്കെ മാക്സിമം. ബിൽഡ് ക്വാളിറ്റി ആണല്ലോ, ബോഡി വെയിറ്റ് ആണ്. അതെ, ബിൽഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് വന്നു. അൾട്ടോ കേട്ടനാണ്. KL 59 രജിസ്ട്രേഷനാണ്. കണ്ണൂർ തളിപ്പറമ്പാണ് വരുന്നത്. ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡലാണ്. 2022 സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 21,000 പ്രോപ്പർ സർവീസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, 22 മോഡൽ 21,000 ഓടിയ വണ്ടി. VXi. ഓക്കെ, എന്തായാലും ആ ഒരു ഓട്ടത്തിലുള്ള, അതായത് നല്ല ടയറും കാര്യങ്ങളൊക്കെ എപ്പോഴും ബാക്കിയാണ്. ഇന്ത്യയിലേക്ക് പുറമേ കഴിഞ്ഞാൽ അത് ഒരു മെയിൻറ്റെയിൻ ചെയ്തിന് സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ഓക്കെ, ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ വാറണ്ടി എന്തായാലും കൊടുക്കാം? അത് 2 വർഷം വാറണ്ടി ചെയ്യാൻ പറ്റും. 2022 ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ എത്ര കൊടുക്കുക ഇതിപ്പോൾ? നമുക്ക് 3.80 കൊടുക്കാം. 3,80,000 രൂപയ്ക്ക് ഈ ഒരു 2022 മോഡൽ അൾട്ടോ കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോകും. 1000 cc വാഹനമാണ്, കേട്ടനാണ്. മാക്സിമം ഫണ്ട് ചെയ്യാം. 3.5 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 3.5 വരെ ചെയ്യാം. പ്രൊഫൈൽ കസ്റ്റമർക്ക് മാക്സിമം തന്നെ ഫണ്ട് ചെയ്യാൻ പറ്റും. i10 നിയോസ് ആണ് അടുത്ത വാഹനം. KL 14 രജിസ്ട്രേഷൻ, കാസർഗോഡ് വണ്ടി. നിയോസിന്റെ ഒരു ഐക്കോണിക് കളർ തന്നെയാണ്. നല്ല കളറാണ്. ഓരോ വണ്ടി ഇറങ്ങുമ്പോൾ ഓരോ കളറിൽ ഓരോ പ്രത്യേകത ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2021 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 21 മോഡൽ. ഏതാ ഓപ്ഷൻ? 2020 വണ്ടി. 20 സോറി, 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നത്. കോർപ്പറേറ്റ് എഡിഷൻ, ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ടൈമിൽ കോർപ്പറേറ്റ് എഡിഷൻ. ഓക്കെ, എന്താ അഡീഷണൽ വരാന്നറിയോ കോർപ്പറേറ്റ് എഡിഷനിൽ? പേരിൽ ഇറങ്ങിയെന്നല്ല, മാഗ്ന. ഓക്കെ, മാഗ്നയാണ് ഓപ്ഷൻ അല്ലേ? എന്തായാലും 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഒക്കെ വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലൊക്കെ വരും. ഓക്കെ, കിലോമീറ്റർ എത്രയായി? 71,000. 20 മോഡലാണ്. ഇതിനും ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 4.90 കൊടുക്കാം.
4,90,000 രൂപയ്ക്ക് 2020 മാഗ്ന കോർപ്പറേറ്റ് എഡിഷൻ ഈ ഒരു i10 നിയോസ് നിങ്ങൾക്ക് കൊണ്ടോ 20 മോഡലാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഒരു മാക്സിമം ലോൺ കയറും. അതെ, മാക്സിമം നോക്കി ഫണ്ടിങ് ചെയ്യാം. ഒരു 10-30,000 ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതെ, ഡൗൺ പേയ്മെന്റ് ഒരു 30,000 ഇറക്കാം. നമ്മളെ കേട്ടൻ കണ്ട പോലെ തന്നെ അതേ CC നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഡാറ്റ്സന്റെ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റും. അതെ, ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റും. 1000 CC ഉണ്ട്. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 വണ്ടിയാണ്, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 17 സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ, 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 21,000. ലോ കിലോമീറ്റർ ആണ്. സർവീസ് ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, വാറണ്ടി എല്ലാ വണ്ടിയും കിട്ടുന്നുണ്ട്. ആ ഒരു മോഡൽ കൂടെ ഉണ്ട്. ഇതിന് 1 ഇയർ കേട്ടോ. 2017 വണ്ടി 2 ഇയർ കിട്ടും അല്ലേ? 17 ആണ്. ഓക്കെ, ബാക്കി ഏതാ ഓപ്ഷൻ? ഏതാ? ടി ഓപ്ഷനിലാണ് വരുന്നത്. ടി ഓപ്ഷനിലല്ലേ? ഓക്കെ, ഇതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ടി ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ, ടയർ ഭാഗം എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം കൊണ്ടും നല്ല വണ്ടിയാണ്. 90% ഒന്നും ചെയ്യാനില്ല അല്ലേ പാർട്ടിക്ക്? മൈലേജ് ഉണ്ടാവും. ഒരു 18-19 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒരു ക്ലെയിം ഇല്ലല്ലോ. ഇതുവരാണ്ട് ഒരു വണ്ടിയിൽ ക്ലെയിം ഇല്ല. ഓക്കെ, എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 1,85 കൊടുക്കാം. 1,85,000 രൂപയ്ക്ക് 2017 ടി ഓപ്ഷണൽ ഈ ഒരു റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വണ്ടിയാണ്. 1000 CC. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഫുൾ ലോൺ വരെ ചാൻസ് ഉണ്ടല്ല. നോക്കാം, നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ലോൺ ചെയ്യാം. അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000-15,000 എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇറക്കുമ്പോൾ വെച്ചാൽ കസ്റ്റമർ വിളിയായിരിക്കും. പക്ഷേ ഇത് സിവിൽ സ്കോർ ഒക്കെ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. കാരണം വെച്ചാൽ ആ കോവിഡിന്റെ സമയത്ത് കുറേ ആൾക്കാർക്ക് സിവിൽ പൊട്ടിയിട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് പഴയ ഷേപ്പ് കേട്ടനാണ്. KL13 കണ്ണൂർ വണ്ടി തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഓക്കെ, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണോ? എന്താ ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ നമുക്ക് ജെനുവിറ്റി പറയാൻ പറ്റും. കിലോമീറ്റർ ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, 2015 25,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, VXI VXI മിഡിൽ ഓപ്ഷൻ VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 3,10 കൊടുക്കാം. 3,10. മാനുവൽ ഓട്ടോമാറ്റിക്? ഓട്ടോമാറ്റിക് ആണ്. 2015 ഓട്ടോമാറ്റിക് കേട്ടനാണ്. VXI സെക്കൻഡ് ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനം. ലോ കിലോമീറ്റർ. 3,10 കൊടുക്കാം. 3,10 ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, ലോൺ ഒരു 2.25 കയറുള്ളൂ. 2.25 കയറും. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. 3,10 കൊണ്ടുപോകാം. 1000 CC വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ആൾട്ടോ 800 KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ് അടുത്തത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 57,000 സിംഗിൾ ഓണർഷിപ്പ്. 2017 VXI. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 2,75 കൊടുക്കാം. 2.25 ലക്ഷത്തിന് 2017 VXI ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു ആൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2.5 വരെയൊക്കെ ലോൺ കയറും. നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇനി ഒരു ക്ലൈംബർ ആണ്. KL36 രജിസ്ട്രേഷൻ റിനോ ക്ലൈംബർ അല്ലേ? ക്ലൈംബർ ആണ്. ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഇപ്പോൾ കണ്ടാലും MT ആണ് മാരുതിൻ്റെ ഒക്കെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡലാണ്. 2017 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ, 17 ഓട്ടോമാറ്റിക് ക്ലൈംബർ ആണ്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ തന്നെ. ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ? RXI തന്നെ ഉള്ളൂ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി ക്ലെയിം ഒന്നുമില്ല. 58,000 ഓടിയിട്ടുള്ളൂ. 17 വണ്ടി. ഇവിടെ ചെറിയൊരു ഫോഗിന്റെ ആ ഒരു കപ്പ്, ചെറിയ പ്ലാസ്റ്റിക് അല്ല, അത് മറ്റേ ഐബോൾട്ട് ആണ്. വണ്ടി വലിക്കാനുള്ള അതിന്റെ ഒരു കപ്പ് ഉണ്ടോ? കയ്യിലുണ്ടോ? അത് ഇട്ട് കൊടുക്കാം. നമുക്ക് അവിടെ പ്രസ് ചെയ്ത് വെക്കാം. അത് ടോ ചെയ്യേണ്ട നേരം അത് ഊരിയിട്ട് നമുക്ക് ടോയും ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഇതിന് ക്ലെയിം ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. 1000 CC വാഹനം തന്നെയാണ്. മൈലേജ് ഒരു 15-17 വരെ കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 3 രൂപ കൊടുക്കാം. 3 ലക്ഷത്തിന് കൊടുക്കാം. 3 ലക്ഷത്തിന് 2017 ക്ലൈംബർ ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2.5-2.25 ലോണും മാക്സിമം ഫണ്ടിങ് ചെയ്യും. ഓക്കെ, സർവീസ് ഒക്കെ ഉണ്ടല്ലോ ഇതിന്? ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്നൊക്കെ ഇവിടെ കത്തി നിൽക്കുന്ന വെയിലാണ്. പക്ഷെ മേളക്ക് വന്നാൽ നിങ്ങൾ മേടിക്കണ്ട, ഫുൾ കവറിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് വെന്യൂ ആണ്. അതൊരു ഡീസൽ വണ്ടി. KL58 തലശ്ശേരി. നല്ല മൈലേജിന് ഒരു കോമ്പാക്ട് SUV നോക്കുന്നത് എടുക്കാൻ പറ്റും. മൈലേജ് എന്തായാലും കിട്ടും. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ എങ്ങനെയാ? 2010 മോഡലാണ്. 19 മോഡൽ SX ആണ്. സൺറൂഫ് ഒക്കെ വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, ബാക്കി കിലോമീറ്റർ 1,02,000 ഓടിയാണ്. 1.2 സർവീസ് പ്രോപ്പറാ? അതെ, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. നിങ്ങളെ വാറണ്ടി കൊടുക്കുമോ? 2 വർഷം വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. സാറിന് 1 ലാഖിന് മുകളിൽ ഓടിയാൽ 2019 വണ്ടിയാണല്ലോ. ഓക്കെ. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ്മെന്റ് വെച്ചാൽ ബോണറ്റ് വരുന്നുണ്ട്.
ബോണറ്റ് റീപ്ലേസ് ആയി. മേജർ ഒന്നല്ല, മേജർ ആക്സിഡന്റ് ഒന്നല്ല, ബോണറ്റ് മാത്രം റീപ്ലേസ്മെന്റ് ഇല്ല. ബോണ്ട് മാത്രം കമ്പനി തന്നെ പറയാണ്. കമ്പനി തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഡീസൽ വെന്യൂ SX ആണ്, 2019 മോഡൽ, 1,02,000 പ്രോപ്പർ സർവീസുള്ള വാഹനം. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 6,75 കൊടുക്കാം. 6,45,00,000 2019 SX ഡീസൽ വെന്യൂ. പെട്രോളിലെ ഡീസലാണ്. ഡീസൽ വെന്യൂ കൊണ്ടുപോകാം. മൈലേജ് ഉള്ള ഒരു വണ്ടി. 20, 18, 20, 20+ അങ്ങനെ. ഓക്കെ. എന്തായാലും താല്പര്യം ഉണ്ടോ വിളിക്കാം. ഒരു 6 lakh ലോൺ ചാൻസ് ഇല്ല? അതെ, 6 ലക്ഷമൊക്കെ ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തത് ഹ്യുണ്ടായുടെ വാഹനമാണ്. i20 KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, ഡ്യുവൽ ടോൺ ആണ് അല്ലേ? അതെ, ഡോൾട്ടോണ് ആക്കിയതാണ്. അതെ, ചെയ്തതാ, സ്റ്റിക്കർ ചെയ്തതാണ്. 2018 വണ്ടി. 2018 സിംഗിൾ ഓൺഷിപ്പ്. പെട്രോളാ? പെട്രോൾ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്. 2018 മോഡലുണ്ട്. കിലോമീറ്റർ എത്രയായി? 59,000 ഓടിയിട്ടുള്ളൂ. 59,000 ലോ കിലോമീറ്റർ തന്നെയാണ്. സർവീസ് ഉണ്ടല്ലോ അല്ലേ? അതെ, സർവീസ് ഇല്ലേ, വേറെ വാറണ്ടി കൊടുക്കാറോ? എല്ലാം കൊടുക്കാം. 2 വർഷം വാറണ്ടി കൂടി ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. 2018 59,000 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ആസ്റ്റ എന്ന് പറയുമ്പോൾ പുഷ്പട്ട ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. പുഷ്പട്ടം വരുന്നില്ല ഇതില്. ഇതിൽ ഓപ്ഷനല്ല, ഇത് ആസ്റ്റ്. ഓക്കെ. ഓപ്ഷനിലാണ്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും അലൈ വരുന്നുണ്ട്. റിയർ AC ബാക്കല്ലേ. പിന്നെ നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? നാലും നല്ല ടയർ. സ്റ്റെപ്പിന് അടക്കം നല്ല ടയറാ. സ്റ്റെപ്പിന് അടക്കം നല്ല ടയർ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. പെട്രോളാണ്. മൈലേജ് 11, 14 റേഞ്ച് അതിൻ്റെ ഒരു ഇടയിൽ കണ്ടാൽ മതി. പിന്നെ വേണേൽ CNG ചെയ്യുന്നവരുണ്ട്. അതെ അതെ. ഒരു 50,000 60,000 കിറ്റ് കയറ്റിയിട്ട് CNG നല്ല ചെയ്താൽ അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല ഡ്രൈവിംഗ് സുഖമുള്ള വണ്ടിയാണ്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിം. എത്ര ഇനി ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് 5,25 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 2018 ആസ്റ്റ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ടോപ്പിൻ്റെ തൊട്ട് താഴെ ആസ്റ്റ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിക്കാം. ഒരു 4,3 ലോൺ വരും. ചെയ്യാം, നമുക്ക് ചെയ്യാം മാക്സിമം. അടുത്തതാ 7 സീറ്റർ വന്നു. റിനോ ട്രൈബറാണ്. KL 58 തലശ്ശേരി വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ RX ഏറ്റവും ടോപ്പിൻ്റെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എല്ലാം ഉണ്ടാവും. ഓക്കെ. ഏതാ മോഡല്? 2020 മോഡൽ. 20 ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. സെക്കൻഡ് ഓൺഷിപ്പ് 42,000 ലോ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ഇല്ല? സെക്കൻഡ് ഓൺഷിപ്പ്. എന്തെങ്കിലും ക്ലെയിമോ ക്ലെയിം ഒന്നുമില്ല. ഒരു നീറ്റ് ഡ്രൈവർ 7 സീറ്റർ വാഹനമാണ്. അടിപൊളി ഒരു കളറുമാണ് ഇതിന്റെ. മൈലേജ് ഒരു 15, 15 മേലെ കിട്ടും. 1 ലിറ്റർ റേഞ്ചിലാണ് വരിക. ഓക്കെ. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? 4,75 കൊടുക്കാം. 4,75,000 2020 അല്ലേ പറഞ്ഞത്? 20 ഫുൾ ഓപ്ഷൻ വണ്ടി. RX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. താല്പര്യം ഉണ്ടാവും വിളിക്കാം. മാക്സിമം ലോണും കയറില്ല. ചെയ്യാം, മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം റിനോ കൈഗറാണ്. KL 78 രജിസ്ട്രേഷൻ. ഇരിട്ടിയാണ്, കണ്ണൂർ ജില്ല തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 വണ്ടിയാണ്. 2022 സിംഗിൾ ഓൺഷിപ്പ്. 21, 2 22 പെട്ടെന്ന് മനസ്സിലായില്ല. അതാ. ഓക്കെ. 22 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഡ്രൈവറെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അതേ മൈലേജ് ഏകദേശം പ്രതീക്ഷിക്കാം. ഒരു 13, 17 റേഞ്ച് മൈലേജ് കിട്ടും. മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മേജർ ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. 2022 43,000 ഓടിയിട്ടുള്ളൂ. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ? അതെ, അവർ റെനോൾട്ടിന്റെ വാറണ്ടി കഴിച്ചിട്ടുണ്ടാവും. മഹീന്ദ്രന്റെ നമ്മുടെ വാറണ്ടി തന്നെ ചെയ്ത. ഓക്കെ. ഇവരുടെ പിന്നെ 17 ശേഷമുള്ള എല്ലാ വണ്ടിക്കും കിട്ടുന്നുണ്ട്. 2 വർഷം വാറണ്ടി. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. അതെ. മേജർ ക്ലെയിമോ കാര്യമൊന്നുമില്ല. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 4,90 കൊടുക്കാം. 2022 ഈ ഒരു കൈഗർ 4,90 അല്ല? ഒരു 4 വരെയൊക്കെ ലോൺ കിട്ടും. ചെയ്യാം, നമുക്ക് മാക്സിമം ഫണ്ടിങ്. ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? സിംഗിൾ ഓൺഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. സർവീസ് ഉണ്ടല്ലേ പ്രോപ്പർ? അതെ, കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. ഷീൽഡ്. ഓക്കെ. ഈ വില ഫൈനലാണോ അതോ? നമ്മളിപ്പോൾ കാണിച്ച എല്ലാ വണ്ടിയും വെച്ചാൽ ഫൈനലായിട്ട് റേറ്റാണ്. എല്ലാത്തിനും ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തോ. ഓക്കെ. അപ്പോൾ മേളയിൽ നമുക്ക് ഇപ്പോൾ നാളെ വരുന്ന വണ്ടികളും നാളെ മറ്റന്നാൾ വരുന്ന വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ ഫൈനലിൽ ചെയ്യാൻ പറ്റും. അതെ, എല്ലാ വണ്ടികളും അല്ല? ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. കണ്ണൂർ കാർ ആൻഡ് ബൈക്ക് തോട്ടടയാണ് ലൊക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ മേള തുടങ്ങുകയാണ് നാളെ. അതായത് 22, 23, 24 അല്ലേ? 24 തീയതികളിലായിട്ട് മേള നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വാഹനങ്ങൾ എടുത്തു പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ മറക്കണ്ട. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും അതിലെ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.